കടയിൽ നിന്നോ വലിയ പരിചയമില്ലാത്ത ഒരു ബെറ്റ ബ്രീഡർ കയ്യിൽ നിന്നോ ആദ്യമായി ബെറ്റ ഫിഷിനെ മേടിച്ച് സ്നേഹിച്ച് ലാളിച്ച് മോഹിച്ച് ബ്രീഡിംഗ് ചെയ്ത് ഇൻഫ്യൂസൂര പാരമേസി ആർട്ടിമി കൊടുത്ത് വളർത്തി ബോട്ട്ലിംഗ് സ്റ്റേജ് എത്തി ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്ത് അവസാനം കഷ്ടപ്പെട്ട് എൻഡ് റിസൾട്ട് കണ്ടിട്ട് ഇതിനാണോ പൊന്നെ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ആദ്യമായി ബെറ്റ ബ്രീഡിങ്ങിലോട്ട് വരുന്നവരുടെ പലരുടെയും അവസ്ഥ അതായിരിക്കാം. ബ്രൂഡ് സ്റ്റോക്ക് അഥവാ ബ്രീഡിംഗ് പെയർ ബെറ്റ ഫിഷിൽ സെലക്ട് ചെയ്യേണ്ട സമയത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കണ്ട. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ബ്രൈജു ജോബ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ നമസ്തേ കേരള. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നത് അലങ്കാര മത്സ്യങ്ങളുടെ വീഡിയോസാണ്. അതായത് മീനുകളിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂസ്, ബിഗിനേഴ്സ് ആയിട്ടുള്ള പലരും അറിഞ്ഞിരിക്കേണ്ട ഇതുപോലത്തെ ഉപകാരപ്രദമായ ടിപ്സുകൾ, എക്സിബിഷൻസ്, ഇതുപോലുള്ള എല്ലാ കണ്ടൻസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ വരും. നമസ്തേ കേരള ആദ്യമായിട്ട് കാണുന്നവരോട് പറയുകയാണ്, നമ്മളിപ്പോൾ ബെറ്റ ഫിഷ് ബ്രീഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു 10 വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ ബെറ്റ ഫിഷിന് ഒരു മാർക്കറ്റ് എന്തുമാത്രം സ്കോപ്പ് ഇതിനുണ്ട് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ലിങ്ക് ഞാൻ ഇവിടെയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾക്ക് ഈ ബെറ്റ ഫിഷ് ബ്രീഡിംഗ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം. അതും കൂടി നമ്മുടെ അടുത്ത വീഡിയോസിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ബെറ്റ ഫിഷ് ബ്രീഡിങ്ങിൽ മെയിലും ഫീമെയിലും സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫണ്ടമെൻ്റൽസ് ആയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പറയാം. ഫസ്റ്റ് പലരും ചോദിക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീമെയിലിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ്. ഫീമെയിലിൻ്റെ വയറിൻ്റെ അടിയിലായിട്ട് ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ടാവും, ഒരു റവയുടെ പോലെയുള്ള ഒരു വൈറ്റ് സ്പോട്ട്. അതാണ് ഫീമെയിലിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. പിന്നെ നോർമൽ HM കാറ്റഗറിയിൽപ്പെട്ട പ്ലക്കാർഡ്സുകൾക്ക് അതിൻ്റെ ചിറക് കുറവായിരിക്കും. ഫീമെയിൽസിന് മൊത്തത്തിൽ ചിറകുകൾ കുറവായിരിക്കും, മെയിൽസിന് ഒരുപാട് ചിറകുകളും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് സാമ്പിളുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലും ഫീമെയിലും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെയറിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഫീമെയിലിൻ്റെ സൈസാണ്. ഫീമെയിൽ അല്ല എപ്പോഴും മെയിലിനേക്കാളും ചെറുതായിരിക്കണം. കാരണം ബെറ്റ ഫിഷ് ബ്രീഡിങ്ങിൽ സംഭവിക്കുന്നത് ഫീമെയിലിനെ മെയിൽ വളഞ്ഞു പിടിക്കുക എന്നുള്ളതാണ്. സോ ആ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഫീമെയിലിനേക്കാളും വലുതായിരിക്കണം മെയിൽ. അതുപോലെ തന്നെ ബ്രീഡിംഗ് സമയത്ത് ഫീമെയിലിനെ മെയിലിനേക്കാൾ ചെറുതല്ല എങ്കിൽ ഒരുപക്ഷെ മെയിലിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ഫീമെയിലിലെ മെയിലിനേക്കാളും ചെറുതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ബെറ്റയുടെ ബോഡിയാണ്. എന്ത് ഷേപ്പിലാണ് അത് ഉള്ളത് എന്നുള്ളത്. കാരണം കളറും ഇമ്പോർട്ടൻ്റ് ആണ്. കളറിനെ കുറിച്ച് ഞാൻ അടുത്തൊരു ഭാഗമായിട്ട് പറയാം. ഫസ്റ്റ് ഞാൻ ഈ ബോഡി സ്ട്രക്ചർ എന്താണെന്നത് പറഞ്ഞുതരാം. ചില ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂകൾ കൊണ്ട് പോലും ഈ ബോഡി പ്രൊപ്പോർഷൻസ് കറക്റ്റായിട്ട് വരാറില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വരികയുള്ളൂ. ഓരോരോ ബെറ്റയ്ക്കും ഇൻ്റർനാഷണൽ ബെറ്റ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷോ ക്വാളിറ്റി ബെറ്റാസിൻ്റെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇന്ന ബെറ്റ ഇങ്ങനെ ആയിരിക്കണം. കാരണം ഒരു കോമ്പറ്റീഷൻ ലെവലിൽ വരുമ്പോൾ എല്ലാവർക്കും അവരവരുടെ ബെറ്റ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോരോ പ്രിഫറൻസ് ആയിരിക്കും. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾസിലുള്ള ഓരോരോ ബെറ്റാസിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് അറിയാൻ ഇൻ്റർനാഷണൽ ബെറ്റ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഒരിക്കലും നമ്മുടെ കേരളത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ 10,000 രൂപ കൊടുത്തിട്ട് ഒരു ബെറ്റ ഇമ്പോർട്ട് ചെയ്യുന്ന കേസ് ഒരുപക്ഷെ വേറെ ആയിരിക്കാം. പക്ഷേ നോർമലി നമുക്ക് അത്തരം ബെറ്റാസ് അവൈലബിൾ അല്ല. നിങ്ങളൊരു ബ്രീഡിംഗ് പെയറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും എനിക്ക് ഫുൾ മൂൺ മതിയെന്ന് അല്ലെങ്കിൽ OHM മതിയെന്ന്. നിങ്ങൾക്ക് അറിയാൻ പറ്റണം വെയിൽ ടൈൽ എന്താണ്, ഡെൽറ്റ ടൈൽ എന്താണ്, സൂപ്പർ ഡെൽറ്റ എന്താണ്, റോസ് ടൈൽ എന്താണ്, HM എന്താണ്, OHM എന്താണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചതിയിൽ വീഴാതിരിക്കാൻ പറ്റുള്ളൂ. ബെറ്റ ബ്രീഡിങ് ചെയ്യാനായിട്ട് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ബെറ്റ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് ബ്രീഡ് ആയിക്കോളും, കുഞ്ഞുങ്ങളെ കിട്ടിക്കോളും. പക്ഷേ ക്വാളിറ്റി ബെറ്റ ബ്രീഡിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ഇടയിൽ വരണം. ബ്രീഡിംഗ് പെയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോഡി പ്രപ്പോർഷൻ നോക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കളർ നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പാറ്റേൺ നോക്കുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഒരു സോളിഡ് കളർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലൊരു പ്യുവർ റെഡ് ആണെങ്കിൽ പ്യുവർ റെഡ് ആയിരിക്കണം അതിൻ്റെ ബോഡിയിലുള്ളത്. വേറൊരു ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റോ ബ്ലാക്കോ ഒന്നും അതിനുള്ളിൽ കാണാൻ പാടില്ല. കാരണം
ഇതിൻ്റെ ഒരു ജെനറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന കുറച്ച് കളറുകൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു മെയിലോ ഫീമെയിലോ ഒരു ചെറിയ കറുത്ത ഡോട്ടായിരിക്കാം. അതിൻ്റെ അർത്ഥം അതിൽ കറുത്ത ഡോട്ടുള്ള ജെനറ്റിക്സ് അതിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളിൽ ആ കറുത്ത ഡോട്ടിൻ്റെ വലിപ്പം കൂടാം, അല്ലെങ്കിൽ മിക്സ് കളറായിരിക്കും ഒരുപക്ഷെ ഇറങ്ങുക. അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് മാക്സിമം ഡാർക്ക് ആയിട്ടുള്ള റെഡുകൾ സെലക്ട് ചെയ്യാം, വൈറ്റുകളും അതുപോലെ തന്നെ സെലക്ട് ചെയ്യാം. ഇനി മിക്സ് കളറുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാൻസി ആയിട്ടുള്ള ബെറ്റേഴ്സ് ആയിരിക്കും കിട്ടുക. നിങ്ങളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് സോളിഡ് കളേഴ്സ് അല്ലാത്ത പ്ലക്കാർട്ടുകളാണെന്ന് വരിക. ഇപ്പോൾ കോയി പ്ലക്കാർട്ട്, ഫാൻസി പ്ലക്കാർട്ട്, അതുപോലെ തന്നെ മാർബിൾസ്, ഇതൊക്കെ ബ്രീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സോളിഡ് കളേഴ്സ് കിട്ടിയ പോലെ എല്ലാം ആ ടൈപ്പിന് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ എടുക്കുന്ന ബ്രീഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഒരു 20% തൊട്ട് 60% വരെയാണ് ഇപ്പോൾ പ്ലക്കാർട്ടുകളൊക്കെ ബ്രീഡ് ചെയ്യിച്ചാൽ സെയിം ഐറ്റം നമുക്ക് കിട്ടും. അതിൻ്റെ ലൈനേജ് അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. ബാക്കിയുള്ളതൊക്കെ സെല്ലോഫേനോ അല്ലെങ്കിൽ മൾട്ടി കളറൊക്കെ ആയിട്ടായിരിക്കും ഈ പ്ലക്കാർട്ട് ടൈപ്പിലോട്ടുള്ളത് വരുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ മേടിക്കുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞതിനും കുറയാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടുതലും കിട്ടാം. പക്ഷേ ഈ സെല്ലോഫെയിൻ പോലുള്ള ഐറ്റംസിനെ തന്നെ നമ്മൾ വീണ്ടും ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യോയിലുള്ള കോഴികളെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ജെനറ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുണ്ട് ഓൾറെഡി. ജീനോടൈപ്പ്, ഫീനോടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അതൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടോപ്പിക്കാണ്. ഫൈറ്റർ ഫിഷുകളിൽ ജീനോടൈപ്പ്, ഫീനോടൈപ്പ് എന്നൊക്കെ പറയുന്നത് ഒത്തിരി സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് വേറൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഈ ഫൈറ്റർ ഫിഷിൻ്റെ ബ്രീഡിങ്ങിലോട്ട് വരുന്നതെങ്കിൽ എൻ്റെ ഒരു സജഷനായിട്ട് ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ 2 ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓരോരോ പെയർ വെച്ച് മേടിക്കുക. അതായത് നിങ്ങൾക്ക് 2 പെയർ വേണം 2 ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് മേടിക്കുന്ന ഒരു ബെറ്റ അതിൻ്റെ അപ്പിയറൻസ് ഉള്ളത് നല്ലതായിരിക്കാം, പക്ഷെ ജെനറ്റിക്സ് എന്താണെന്നുള്ളത് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സംഭവമാണ്. കാരണം പല ആൾക്കാർക്കും പലപ്പോഴൊക്കെ ആയിട്ട് മേടിക്കുന്ന മീനുകൾ കുഞ്ഞുങ്ങളെ ബ്രീഡാവും, പക്ഷെ അവരുടെ ജെനറ്റിക്കലായിട്ടുള്ള ഇഷ്യൂ കൊണ്ട് അവർ പല ഡിസോർഡറുകളും അല്ലെങ്കിൽ ചത്തുപോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ 2 പെയർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കുട്ടികളെ സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ക്വാളിറ്റിയുള്ള ഫൈറ്റർ ഫിഷുകളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഫൈറ്റർ ബ്രീഡിങ് നമുക്കറിയാം ജസ്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു മെയിലും ഫീമെയിലും വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ ക്വാളിറ്റിയുള്ള ഫൈറ്റർ ഫിഷുകൾ ബ്രീഡ് ചെയ്യിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ക്വാളിറ്റി ബെറ്റ ഫിഷ് എന്നുള്ള ഒരു ടേം വരുന്നതും നമ്മളും നല്ല ക്വാളിറ്റിയുള്ള ബെറ്റ ഫിഷുകളെ ബ്രീഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നതും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫൈറ്റർ ഫിഷിൻ്റെ ബ്രോഡ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമസ്തേകളുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫൈറ്റർ ഫിഷ് ബ്രീഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടതുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ആ വീഡിയോ മിസ്സാവാതിരിക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ അമർത്തുക. ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്തോളൂ, അതിനുള്ള ആൻസറും നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ.